ഇത് രണ്ടാമത്തെ വീഡിയോ ബോൺ ഹെൽത്തിനെ പറ്റി കുറച്ച് തെറ്റിദ്ധാരണകളെ പറ്റി. ആദ്യത്തെ തെറ്റിദ്ധാരണ, വേദനയില്ലെങ്കിൽ ജോയിൻസും ബോൺസും നോർമലാണ്. അത് തെറ്റാ. ചില കണ്ടീഷൻസ്, ഓസ്റ്റിയോപോറോസിസ്, ഓസ്റ്റിയോമലേഷ്യ, വേറെ ഒന്നല്ല, എല്ലിൻ്റെ കട്ടി കുറയും. അതിന് വ്യത്യാസങ്ങളുണ്ട്, പക്ഷേ ഇപ്പോൾ ഞാൻ കിടക്കണില്ല. കട്ടി കുറയുമ്പോൾ പെയിൻ വരില്ല. എല്ല് ഒടുമയാണ് പെയിൻ വരാം, ഒടിച്ചിൽ വരുമയാണ്. സോ സാധാരണ എപ്പോഴും എൻ്റെ അടുത്തേക്ക് വരാം പെയിൻ പെട്ടെന്ന് കൂടുമേ, എക്സ്റേ എടുത്തപ്പോൾ ഫ്രാക്ചർ ഉണ്ട്. സോ ഓസ്റ്റിയോമലേഷ്യ അല്ലെങ്കിൽ ഓസ്റ്റിയോപോറോസിസ് വരാതിരിക്കാൻ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്താൽ മതി. പിന്നെ രണ്ടാമത്തെ തെറ്റിദ്ധാരണ, സപ്ലിമെൻറ്റ്സ് മാത്രം കഴിച്ചാൽ എല്ല് റെഡിയാവും. നമ്മളുടെ ശരീരം സപ്ലിമെൻറ്റ് കഴിക്കാൻ അല്ല, പ്രോട്ടീൻ പൊടി കഴിക്കാൻ അല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കൊരു ബാലൻസ്ഡ് ഡയറ്റ് വേണം. ഇറച്ചി, പാല്, മുട്ട, കുറച്ച് പച്ചക്കറി. പിന്നെ മൂന്നാമത്തെ തെറ്റിദ്ധാരണ, ഒരു ഫ്രാക്ചർ വന്നാൽ ഫുൾ ബെഡ് റെസ്റ്റ്, കൈ അനക്കാൻ പാടില്ല. നീര് വന്നാൽ കൈ അനക്കാൻ പാടില്ല. അത് തെറ്റാ. നീര് വരാൻ കാരണം കൈ അനക്കാത്ത കാരണമാണ്. എല്ലെന്തായാലും സെറ്റാവും. ബട്ട് സെറ്റാവുന്ന സമയത്ത് ചുറ്റുമുള്ള ജോയിൻറ്റ്സ്, അതെ ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ എല്ല് ഒടിഞ്ഞാൽ വിരലും ജോയിൻറ്റും എൽബും ഷോൾഡറും ഉറച്ചു പോകാൻ പാടില്ല. സോ റെഗുലറായിട്ട് എക്സസൈസസ് വേണം. മൊബിലിറ്റിയാണ് പ്രാധാന്യം, വഴക്കങ്ങളാണ് പ്രാധാന്യം. പിന്നെ അവസാനത്തെ തെറ്റിദ്ധാരണ, ഈ സ്പോർട്സ് കളിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഇഞ്ചുറീസ് വരാം. നോ, വീട്ടമ്മമാർക്കും ലിഗ്മെൻറ്റ് ഇഞ്ചുറി വരാം. ഒരു മിഡിൽ ഏജ്ഡ് ആൾ, ഒരു പ്രായമുള്ള ആളും നമ്മളുടെ ടെൻഡോ അക്യൂലിസ്, നമ്മളുടെ കൂത്തിക്കാലിൻ്റെ ഞരമ്പ് പൊട്ടാം. സോ ചുരുക്കി പറഞ്ഞാൽ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്താൽ, നല്ലൊരു ബാലൻസ്ഡ് ഡയറ്റ് കഴിച്ചാൽ നമ്മൾ ഓർത്തോപെഡിക് കുറേ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാം. താങ്ക് യു.